ഇടുക്കി വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ചേർത്ത അർജുനെ കോടതി വെറുതെ വിട്ടു. പ്രതിക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. കട്ടപ്പന പ്രത്യേക അതിവേഗ കോടതിയുടേതാണ് ഉത്തരവ്. കൊലപാതകം, ബലാത്സംഗം, പോക്സോ കേസിലെ വിവിധ വകുപ്പുകൾ എന്നിവയാണ് പ്രതി ചേർത്ത അർജുനെതിരെ ചുമത്തിയിരുന്നത്. എന്നാൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റം ചെയ്തത് അർജുനാണ് എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. ശ്വാസം മുട്ടിയാണ് കുട്ടി മരിച്ചതെന്നും പീഡനത്തിനിരയായി എന്നും തെളിഞ്ഞെങ്കിലും ഇത് ചെയ്തത് പോലീസ് പ്രതി ചേർത്ത ആളാണെന്ന് തെളിയിക്കാൻ പര്യാപ്തമായ തെളിവുകളില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. എന്ത് തെളിവാ പോലീസിന്റെ ഉള്ളത്? എന്ത് തെളിവാ പോലീസിന്റെ ഉള്ളത്? അവൻ ഡിവൈഎഫ്ഐ നേതാവാണെന്നോ? അതാണോ തെളിവ്? അതായിരുന്നോ തെളിവ്? അതായിരുന്നല്ലോ പോലീസിന്റെ മെയിൻ ക്യാച്ച് വേർഡ് ഈ കേസിൽ മെയിനായിട്ട്. പിന്നെ പോലീസ് പറഞ്ഞു എന്തോ ശാസ്ത്രീയ തെളിവുകളുണ്ട്. യാതൊരുവിധ പ്രോപ്പറായിട്ടുള്ള കോടതി അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന യാതൊരു ശാസ്ത്രീയ തെളിവുകളും കളക്ട് ചെയ്തിട്ടില്ല. ഞങ്ങൾ ഈ കേസിൽ റീഇൻവെസ്റ്റിഗേഷൻ ഡിമാൻഡ് ചെയ്യാണ്. യഥാർത്ഥ പ്രതി എവിടെ പോയി? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം വേണമല്ലോ. കട്ടപ്പന പ്രത്യേക അതിവേഗ കോടതി ജഡ്ജി വി മഞ്ജുവിന്റേതാണ് ഉത്തരവ്. കുറ്റപത്രം സമർപ്പിച്ച് 2 വർഷത്തിനു ശേഷമാണ് കേസിൽ ശിക്ഷ വിധിച്ചത്. 48 സാക്ഷികളെ വിസ്തരിച്ചു. 70-നടുത്ത് രേഖകൾ ഹാജരാക്കി. വണ്ടിപ്പെരിയാർ CI ആയിരുന്ന സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിച്ചിരുന്നത്. 2021 ജൂൺ 30-നാണ് 6 വയസ്സുകാരിയെ ഷാൾ കഴുത്തിൽ കുരുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിശദമായ പരിശോധനയിലാണ് കുട്ടി പീഡനത്തിനിരയായിരുന്നു എന്ന് വ്യക്തമായത്. റിപ്പോർട്ടർ, ഇടുക്കി.